അമ്മ ഇവിടെ അടുത്തൊന്നും എന്തായാലും നമുക്ക് സ്വന്തം ഒരു സ്ഥലം മേടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് പാഴൂര് പോയി മേടിച്ചാലാ? അതാവുമ്പോ ഇവിടെ നിന്ന് അധികം ദൂരവും ഇല്ല, നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമല്ലേ. ഇഷ്ടമുള്ള ടൈപ്പ് വീട് വെക്കാല. പെട്ടെന്നൊരു വീടിനോടുള്ള ആഗ്രഹം അത് അങ്ങനെ പെട്ടെന്ന് തോന്നി. പക്ഷെ ലോൺ എടുക്കേണ്ടി വരും. അതല്ലെങ്കിൽ ലോൺ എടുക്കാണ്ട് നമ്മളെ കൊണ്ടൊക്കെ ഒരു വീട് വാങ്ങാൻ പറ്റുമോ? അതത്രേ ഉള്ളൂ. പിന്നെ എന്റെ സാലറി മാസം ഒരു 10,000 രൂപ തരാം. ബാക്കി അമ്മയച്ഛനും കൂടി നോക്കി വേണം. ഞാൻ ആലോചിക്കുന്ന ഒരു എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 75 ലക്ഷം. അതുവരെ പറഞ്ഞൊരു ബഡ്ജറ്റുള്ള ഒരു വീട്. എത്ര? 75 ലക്ഷം. 75 ലക്ഷോ? ഞാൻ സത്യം പറഞ്ഞ എന്റെ റിയൽ എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞാൽ 80 ആയിരുന്നു. ഞാൻ ചുരുക്കി 75 ആക്കിയതാണ്. നീനക്ക് വല്ലതും അറിഞ്ഞിട്ടാണ് ഈ സംസാരിക്കണേ. 80 ലക്ഷം എന്നൊക്കെ പറയുമ്പോ 10,000 രൂപ അടയ്ക്കണം മാസം EMI. വേണ്ട, അതിന്റെ ആവശ്യമില്ല. അച്ഛനും അമ്മയും കൂടി രാഘവമ്മ കുറച്ച് സ്ഥലം എഴുതി കൊടുത്തിട്ടില്ലേ? അതിന്ന് ഒരു 10-25 സെന്റൊക്കെ വിറ്റാ പോരെ? അത് അവള് പറഞ്ഞ കറക്റ്റാണ് കേട്ടോ. അതാകുമ്പോ രാഘവൻ തന്ന ഫുൾ സ്ഥലം നമ്മൾ വിറ്റൊന്ന് പേരും വരില്ല. ആ വിറ്റ് കഴിഞ്ഞ ഒരു 25 സെന്റ് അല്ലേ, അത് വിറ്റ് കഴിഞ്ഞ ഒരു 50 ലക്ഷം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് ലോൺ എടുത്ത് അടിച്ചാൽ പോരമാ. ഇതൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പ്രാവർത്തി ആണെങ്കിലുണ്ടല്ലോ. ആണെങ്കിൽ അമ്മയച്ഛന് സ്റ്റേണായി നിക്കണം. അതെങ്ങനെയാ? ഇവിടെ അമ്മയ്ക്ക് അച്ഛനെ കുറ്റം പറയാനായിട്ട് 100 നാവാണ്. പക്ഷെ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ ഇതൊക്കെ അത് പറയാൻ നല്ല എളുപ്പമാണ്, നടക്കണമെങ്കിലാണ് എന്നിങ്ങനെ പറയും. അമ്മാ ഇപ്പൊ എനിക്ക് എത്ര വയസ്സായി? എനിക്ക് ആദ്യമേ ജോലി ഇട്ട സമയത്ത് ഞാൻ പറഞ്ഞല്ലേ എന്റെ സാലറി എന്ന് പറഞ്ഞാൽ മാസം ഞാൻ ഒരു 10,000 രൂപ അമ്മയ്ക്ക് അച്ഛന് തരാം. അപ്പൊ ആ സമയത്ത് അമ്മയും അച്ഛനും ഉത്സാഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പണിയൊക്കെ നടന്നേനെ അല്ലേ? അയ്യോ, അതിനൊന്നും അവർക്ക് ഉത്സാഹം കാണിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് തല്ല് പിടിക്കാനാണ് ഇവിടെ ഉത്സാഹം. അത് കാണേണ്ടതാണ് കേട്ടോ. ഇനിയിപ്പോ പാറുവിന്റെ കല്യാണ സമയമാകുമ്പോഴേക്കും അമ്മ നമുക്ക് സ്വന്തമായിട്ട് വീട് കാണോ? എനിക്ക് അതാണ് പേടി. മനുഷ്യരുടെ കാര്യമല്ലേ. കൊച്ചിന്റെ കല്യാണ സമയത്ത് ഇവിടെ ആരൊക്കെ കാണുന്ന പോലും നമുക്ക് അറിയാൻ പറ്റൂല. കൊച്ചൻ മിണ്ടായിരിക്കട്ടെ, കുറെ നേരം തുടങ്ങിയിട്ട്. അവള് പറഞ്ഞതിലും കാര്യമുണ്ട്. ഇപ്പൊ സംഭവം സത്യമായിട്ടുള്ള കാര്യമാണ്. അത് കേൾക്കുമ്പോൾ സങ്കടം വരും, പക്ഷെ പറയേണ്ട സമയത്ത് പറഞ്ഞേ പറ്റൂ. നമുക്കറിയോ നമ്മുടെ ഒരു അവസ്ഥയിലേ നെയ്യാറ്റിൻകരയിലെ പടവലത്തെ അപ്പൂപ്പന്മാർക്ക് നല്ല വിഷമമുണ്ട്. അത് പടവലത്തെ അപ്പൂപ്പൻ ഇതിനെപ്പറ്റി പറയുന്നത് എന്റെ ചെവിയോട് കേട്ടിട്ടുണ്ട്. അവരൊക്കെ വലിയ മണിമാളികയിൽ താമസിച്ചു, പക്ഷെ അവരുടെ മക്കളും ചെറുമക്കളും ഇങ്ങനെ വാടക വീട്ടിൽ നിൽക്കണം. വാടക വീട്ടിൽ താമസിക്കണം അത്ര മോശമുള്ള ഏർപ്പാടൊന്നല്ല, പക്ഷെ സാഹചര്യങ്ങൾ അപ്പപ്പോ ഉപയോഗിക്കണം. ചേട്ടാ നിർത്തിയേ മതി. അച്ഛൻ നോക്കണ നോട്ടം കണ്ടോ? പിന്നെ അച്ഛൻ അവസാനം രക്ഷയില്ലാന്ന് കാണുമ്പോ തീ വെറുതെ നമ്മുടെ മേത്ത് കടിച്ചു കയറാൻ വരും. ഞാൻ പോവാ, എനിക്ക് കേൾക്കാൻ പറ്റൂല. ഇതിപ്പോ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൊന്നല്ല. പറയേണ്ട സമയത്ത് പറയണം. അതെങ്ങനെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞാൽ അതുപോലെ അങ്ങ് കിടക്കല്ലോ. ഒന്നും നടക്കൊന്നുമില്ലല്ലോ ഇവിടെ. നിനക്കൊന്നും പറയില്ലേ? എങ്ങനെയുണ്ട്? മറുപടിയൊന്നും ഇല്ലേ? ക്യാഷും ഇല്ലാത്ത ഭാഗ്യം. എനിക്ക് ഇതൊന്നും അല്ലായിരുന്നു കേൾക്കേണ്ടത്. പറയില്ലേ? അമ്മ ഞാൻ ജംഗ്ഷൻ വരെ ഒന്ന്. അയ്യോ, അറിയാതെ പറഞ്ഞു പോട്ടെ. അമ്മ ഞാൻ ജംഗ്ഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. വിഷമായ നമ്മൾ എന്തൊക്കെ ചെയ്താലും അവരാണെങ്കിൽ നമ്മൾ പരാജയമാണ്. മോൻ തിരിഞ്ഞു തുടങ്ങിയപ്പം വിഷമമായി. ഇനിയേ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരാഗ്രഹം സഹായിച്ചു കൊടുക്കാൻ നോക്ക്. ഞാൻ കൂടെ നിൽക്കാം. നമുക്ക് മക്കളല്ലേ ഉള്ളൂ സ്വന്തമായിട്ട്. എന്തോന്നും മിണ്ടാത്തത്? എല്ലാം ചീഞ്ഞതാ. ആര് ചീഞ്ഞ്? ഉള്ളി. ഉള്ളി അല്ലല്ലേ പറഞ്ഞത് ചീഞ്ഞെന്ന്. എവിടാ ചീഞ്ഞത്? നമുക്കിട്ട് വയ്ക്കണ എല്ലാം ചീഞ്ഞതാ. 5 എണ്ണം ഉണ്ട്. എല്ലാം ചീഞ്ഞതാ. അവസാനത്തെ ഒന്നും കൂടെ ഉണ്ട്. അതെന്ത് പാടെന്ന് അറിഞ്ഞുകൂടാ. എന്താ നീ മറുപടി പറയാത്തത്? ഒരു ചോദിച്ചപ്പോ പായ്മുളത് കേട്ടോണ്ടല്ലേ. മക്കൾ ചോദിക്കുമ്പോൾ മറുപടി പറയാൻ പറ്റണം. പറ്റാത്ത ആൾക്കാരും മിണ്ടാതിരിക്കുന്നതിനാ നല്ലത്. ഞാൻ എന്തിനു ചോദിച്ചു? ഇവിടെ എന്തിനു പറയും? അമ്മേ അമ്മേ. ഓ അമ്മ ഞാനേ പോയിട്ട് വരാവേ. അവിടെ ബാക്കി പാത്രങ്ങളില്ലേ, അതവിടെ വെച്ചാൽ മതി. ഞാൻ വന്നിട്ട് കഴിക്കോളാം. എപ്പോ വരും? അത് കുറച്ച് സമയം പിടിക്കും. സത്യം പറഞ്ഞല്ലേ, ഞാൻ ആക്ച്വലി ഹെയർ സ്പാ ചെയ്യാൻ പോവാ. പിന്നെ ഒരു ഫേഷ്യലും ചെയ്യണം. ഇത് കണ്ട മുടിയുടെ കോലം കണ്ട ഭയങ്കര ഡ്രൈ ആയി.
കുറച്ച് സമയം പിടിക്കും പക്ഷെ എന്നാലും പെട്ടെന്ന് മാക്സിമം പെട്ടെന്ന് വരാം. Okay. അച്ഛാ ഞാൻ പോയിട്ട് വരാവേ. എവിടെ പോണ്? ഞാൻ ജംഗ്ഷൻ വരെ. ജംഗ്ഷൻ എന്തിനോടെ? ഏഹ് ജംഗ്ഷൻ എന്തിനോടെ? അതെന്താ അച്ഛത് ഒരുമാതിരി ഇങ്ങനെ ചോദിച്ചാ? സാധനങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ പോവേണ്. എന്റെ അച്ഛ പൈസയൊക്കെ ഞാൻ കറക്റ്റ് ആയിട്ടാണ് ചെലവാക്കണത്. എനിക്കറിയാം സിദ്ധു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് പൈസ അയച്ചു തരണേന്ന്. ഞാൻ അനാവശ്യമായിട്ട് ഒന്നും ചെലവാക്കൂല. അറിഞ്ഞാൽ കൊള്ളാം, അത്രേ ഉള്ളൂ, വേറെ എനിക്ക് പറയാനില്ല. എന്നാലും പറഞ്ഞിട്ട് പോവായിരുന്നു എവിടെ പോണെന്ന്, കൃത്യമായിട്ട് ഇവിടെ പോണെന്ന് പറഞ്ഞിട്ട് പോ. അച്ഛൻ്റെ അച്ഛൻ ഇങ്ങനെ ചോദ്യം ചോദിക്കണ പോലെ ചോദിക്കണം, ഇതാണ് എനിക്ക് ഇഷ്ടമല്ലാത്ത. ശരി, ഞാൻ ചോദിക്കണില്ല. അയ്യോ, നമ്മളൊന്നും പറയാൻ പറഞ്ഞില്ലേ, നീ നിന്റെ ഇഷ്ടം പോലെ പോയിക്കോ. കണ്ടാ അച്ഛൻ പറയണത്. അവള് പോയിട്ട് വരട്ടെ. അയ്യോ, വന്നല്ലേ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്യേ. പോയിട്ട് വരട്ടെ, എവിടെ പോണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോ. അതിങ്ങനെ ചോദ്യം ചെയ്യണ പോലെ ചോദിക്കണം എന്തിനാ? ചേച്ചി എവിടെ പോണെന്ന് പറയേച്ചി. ആ ചേട്ടാ ഇത് എല്ലാരും ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്ന ഞാൻ എങ്ങനെ പറയും? അച്ഛ അതായതേ അതായതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു മുഖവരേക്ക് അപ്പൊ എന്തോ കള്ളത്തരമുണ്ട്. ഇത് കണ്ടാമ ഞാൻ എന്ത് കളത്തിലാ അമ്മ കാണിച്ചേ? ബാലു അവള് എന്താണ് ഏതാണ് ഇതൊക്കെ എന്നെ അറിഞ്ഞുകൂടാ. ബാലു അതൊക്കെ അതാണ് എന്താണ് അവളോട് പോലും പറഞ്ഞിട്ടില്ല. എവിടെ പോകാൻ ഇറങ്ങി. സത്യം പറയേച്ചി എവിടെ പോണു? നിന്റെ അച്ഛൻ കളിക്കടാ, സത്യം പറയേ. കുറച്ച് ഓവറായി പോയല്ലേ ചേച്ചി. എവിടെ പോണു ചേച്ചി? അച്ഛ അതെ എനിക്കിപ്പോ കുറച്ച് പൈസയൊക്കെ വരുന്നുണ്ടല്ലോ. അറിയാം. അപ്പോ സിദ്ധു എന്റെ അടുത്ത് പറഞ്ഞു ജംഗ്ഷനിൽ മറ്റേ ചാറ്റഡ് അക്കൗണ്ട് ഇല്ലേ സി എ കാരൻ, അയാളെ പോയി കാണാൻ പറഞ്ഞു. എന്തോ GST എന്തോ GST കിടക്കാറായ. അല്ല സിദ്ധു പറഞ്ഞിട്ടാ ഞാൻ പോണേ. ഓ അത് പറഞ്ഞാ പോരെ. ഈ പിന്നെ പോയിട്ട് വാ, അത് പറയാത്തത് കാര്യം പറഞ്ഞിട്ട് പോ. പോയിട്ട് വരട്ടെ. പോയിട്ട് പെട്ടെന്ന് വരൂ, വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. ചേച്ചി പോയിട്ട് വരുമ്പോഴേ മോൻ എന്താ മേടിച്ചോണ്ട് വരണ്ടേ? അത് ചേച്ചിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മേടിച്ചിട്ട് വന്നാൽ. എടാ കള്ള കൊരങ്ങ, നീ മിനിറ്റിന് സ്വഭാവം മാറുന്നവനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മേടിച്ചോണ്ട് വരാട്ടെ. അമ്മ ഞാൻ പോയിട്ട് വരാം. അച്ഛാ പോയിട്ട് വരാട്ടോ. മകളെ പോയിട്ട് വരുമ്പോഴേ അച്ഛനെന്താ മേടിച്ചോണ്ട് വരണ്ട പറഞ്ഞു? അല്ല വാഴക്കാല ജംഗ്ഷൻ ഒരു ബേക്കറി ഇല്ലേ, അടിപൊളി ബേക്കറിയാണ് അച്ഛാ. അവിടുത്തെ എഗ് പപ്സ്, കട്ട്ലേറ്റ്, ചിക്കൻ റോൾ എന്ത് കിട്ടുക്കം ഫുഡാണെന്ന് അറിയോ? അച്ഛനെന്താ വേണ്ടേ? അല്ല അതല്ല, അതിന്റെ തൊട്ടടുത്തൊരു പെട്ടിക്കടയുണ്ട്, അവിടെ നല്ല അരിയുണ്ടായിട്ട് ഒരു 6 മാറ്റുണ്ട്, 30 രൂപ എടുത്താൽ മതി കേട്ടാ. ബിൽഡപ്പ് ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചേ അവിടുന്ന് മറ്റേ നിർത്തിപ്പൊരിച്ച ചിക്കൻ പറയാൻ പോവായിരിക്കും അത്. ഓ അരിയുണ്ടാ കുഴപ്പമെന്ത്? എന്റെ അച്ഛൻ പറഞ്ഞ ഞാൻ എന്തും മേടിച്ചോണ്ട് വരും. സോപ്പടല്ല, പോയിട്ട് എവിടെ വന്നു. അമ്മ ശിവൻ ചേട്ടനെന്ത്? അവര് രണ്ടുപേരും നേരത്തെ കിച്ചണിൽ നിന്ന് പോയിട്ട് വിഷ്ണുവിന്റെ റൂമിൽ പോയി ഇരിക്കുന്നുണ്ട്. എന്തോ ചർച്ച ചെയ്യാ രണ്ടും കൂടെ. എന്നാ സമയം കളയല്ല, പെട്ടെന്ന് പോയിട്ട് വരാം. എനിക്ക് ഐസ്ക്രീം വേണം. ഐസ്ക്രീമാ? തനിക്കല്ലോ ജലദോഷം ഉള്ളേ? ഇവക്ക് ജലദോഷം ഇല്ലേ? ഐസ്ക്രീമൊന്നും വേണ്ട, പിന്നെ അരിയുണ്ടാ തിന്നാ മതി. എനിക്ക് ഉണ്ടായിരുന്നു. സാഹിബിന്റെ മാളല്ലേ, എനിക്കായി ചെയ്യും കഴിഞ്ഞ്. നീ മുണ്ടെടുത്തോടെ പോണ്ട. ട്യൂഷന് പോയിട്ട് വന്ന അച്ഛാ, അതും മറന്നാ? ഫുഡ് എടുക്കട്ടെ? ആമ്മ എടുത്തോമ്മ. അച്ഛാ ആരെ കൊണ്ടത്? അച്ഛന്റെ കൊണ്ട് തന്നെ. ആരുടെ ചോദിച്ചിട്ട് കൊടുത്തത്? അതൊക്കെ അച്ഛൻ്റെ അടുത്ത് ചോദിക്കേണ്ട കാര്യമുണ്ടോ അച്ഛൻ? അതൊരു പുതിയൊരു കാര്യമല്ലല്ലേ. പണി ചെയ്യാതിരുന്ന് ചെയ്തപ്പോൾ ചില സാധനങ്ങളെ കണ്ടാൽ പോലും അറിയാതായി.